ഹായ് ഹലോ നമസ്കാരം. ഞാൻ അമ്മയുടെ വാവച്ചി, നിങ്ങളുടെ സാൻഡിച്ചി. ഞാൻ സാൻഡി. രമേശ് ചേട്ടാ, ചേട്ടൻ്റെ ആദ്യത്തെ ഫോൺ ഏതായിരുന്നു? എൻ്റെ ഒരു മോട്ടറോള C200 എന്ന് പറഞ്ഞൊരു മോഡല്. ഓക്കെ. എൻ്റെ പടച്ചോനെ, താത്തയുടെ ആദ്യത്തെ ഫോൺ ഏതായിരുന്നു? അല്ലേ വേണ്ട, പണ്ടേ ബീരാനിക്ക താത്തയുടെ എന്തെങ്കിലും സ്വഭാവം കാരണം അത് എവിടെയെങ്കിലും കൊണ്ടേ കുഴിച്ചിടാൻ ഞാൻ സാധ്യത കാണും. എൻ്റെ ആദ്യത്തെ ഫോൺ ഏതായിരുന്നു നിങ്ങൾക്കറിയോ? ഗസ് ചെയ്തേ. അൽക്കാട്ടിൽ അല്ല. എറിക്സൺ അല്ല, ഒരിക്കലും അല്ല. ലാൻഡ് ഫോൺ. നോക്കിയ ഐഫോൺ. ഞാൻ പറയട്ടെ, ധൂമ ചാലേ 50 രൂപയുടെ ഉത്സവപ്പറമ്പിന് കിട്ടുന്ന സാധനമായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഫോൺ. എൻ്റെ അമ്മയുണ്ടല്ലോ, ഞാൻ കുറേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുള്ളിക്കാരിയുടെ കയ്യും കാലും പിടിച്ച് അവസാനം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഒരു ഫോൺ മേടിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തത് ഫേസ്ബുക്ക് ആയിരുന്നു കേട്ടോ. ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടവരെയും കേട്ടവരെയും എല്ലാവരെയും ഞാൻ അതിലെന്തായാലും ഫോളോ റിക്വസ്റ്റ് ഒക്കെ അയച്ച് ഞാനാണെങ്കിൽ ഫ്രണ്ട്സ് ആകാൻ വേണ്ടി നോക്കി. ആ കൂട്ടത്തിൽ എൻ്റെ ഒരു മാമന്മാരും അമ്മായിമാരും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും അല്ലാതായി പോയത്. പക്ഷേ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഞാനും പറയും. എൻ്റെ പുള്ളിക്കാരനെ ഞാൻ എന്തായാലും അതിൻ്റെ അത് ആഡ് ചെയ്തു. മാമനെ കൊണ്ട് പൊറുതി മുട്ടിയ ഞാൻ. കാര്യം എന്താണെന്നറിയോ? പുള്ളിക്കാരൻ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മരുന്ന് കഴിക്കാൻ പറഞ്ഞാലും പുള്ളിക്കാരൻ എന്തായാലും എനിക്ക് ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ അയച്ചിരിക്കും. അത് എല്ലാ ദിവസവും വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ, ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ, ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ. കണ്ട് ഞാൻ മടുത്തു. അവിടെ ഇരിക്കുന്ന മാമൻ അത് ആക്ച്വലി ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും അത് കണ്ടിട്ട് ഞാനാണെങ്കിൽ വെറുത്തുപോയി. പക്ഷെ അതിൻ്റെ അകത്തുണ്ടല്ലോ, എല്ലാ ദിവസവും രാവിലെ പ്രാവാണെന്ന് പറഞ്ഞുകൊണ്ട് കൊളക്കോഴിയുടെ പടമുള്ള സാധനമൊക്കെയാണ് എനിക്ക് അയച്ചു തരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഡിപ്രഷൻ അടിക്കും. അത് കണ്ടിട്ട് ഞാനിങ്ങനെ ഡിപ്രഷനൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ താഴെ ക്യാപ്ഷൻ, സ്നേഹമാണ് അഖിലസാര മൂഴി. സ്നേഹം. ഈ വൃത്തിയാട്ട മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു മാവിൻ്റെ ചെറിയൊരില അങ്ങയുടെ പറമ്പത്ത് ചെറുതായിട്ടൊന്ന് വീണെന്നും പറഞ്ഞുകൊണ്ട് ആ മാവിൻ്റെ മൂട് വെട്ടിച്ച മരംകൊത്തി മോറനാണ് അങ്ങേര്. അതിൻ്റെ ഇടയ്ക്കാണ് അങ്ങേരുടെ ഞാനൊന്നും പറയുന്നില്ല. ഇത് കാരണം ഞാൻ എന്തായാലും ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തു ഗൈസ്. ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തത് നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം, ഇൻസ്റ്റ ഡൗൺലോഡ് ചെയ്തു. ഇൻസ്റ്റ ഡൗൺലോഡ് ചെയ്ത സമയത്തുണ്ടല്ലോ, എനിക്ക് ആ ടൈമിൽ ഒരു ക്രഷ് ഒരു ചേട്ടനുണ്ടായിരുന്നു. നല്ല കട്ടത്താടിയും ബാഹുബലിയുടെ ബോഡി, നല്ല അടിപൊളി ഒരു ചേട്ടൻ. പുള്ളിക്കാരനെ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ, പേര് ശംഭു എന്നാന്ന് മാത്രം എനിക്കറിയാം. പക്ഷെ പുള്ളിക്കാരൻ്റെ എന്താ പറയുക, ഒരു രീതിയിലുള്ള അഡ്രസ്സോ അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇൻസ്റ്റ ID ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ സക്കംബർഗണ്ണൻ പുള്ളിക്കാരൻ എൻ്റെ മനസ്സറിഞ്ഞു. പുള്ളിക്കാരൻ പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്കാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ശംഭുചേട്ടൻ്റെ ഫോട്ടോ എനിക്കിങ്ങനെ അയച്ചു തന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ. ഇതൊക്കെ പുള്ളിക്കാരൻ എവിടെയോ ഇരുന്ന് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും പുള്ളിക്കാരന് നന്ദിയുണ്ട്. പുള്ളിക്ക് ഇത് അയച്ചു തന്നപ്പോഴത്തേക്കും ഞാൻ എന്തായാലും പുള്ളിയെ ഫോളോ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ നല്ല രീതിയിൽ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, എന്തായാലും ചേട്ടാ നമ്മളെന്തായാലും സെറ്റൊക്കെ ആയില്ലേ, എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തോടെ. ഭയങ്കര റൊമാൻറ്റിക് ആണ് കേട്ടോ എൻ്റെ ശംഭുചേട്ടൻ. പുള്ളിക്കാരനാണെങ്കിൽ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഭയങ്കര പാവം ചേട്ടനാട്ടോ. പുള്ളിക്കാരനെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒന്ന് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പോലും പുള്ളി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പഞ്ചപാവം ചേട്ടനാണ്. അപ്പം ഞാൻ ചേട്ടനെ എനിക്കിങ്ങനെ വീഡിയോ അയച്ചു തന്നപ്പോഴത്തേക്കും അതിങ്ങനെയായിരുന്നു, ശംഭുവിൻ്റെ പെണ്ണിനെ ശംഭു ഒരിക്കലും ഒരിടത്തും കൈവിടത്തില്ല, നീയാണെങ്കിൽ പോരുന്നോ ശംഭുവിൻ്റെ പെണ്ണാവാൻ. അവൻ്റെ അണ്ണാക്കിയിരുന്ന ശംഭു എൻ്റെ മോന്തയ്ക്ക് തെറിക്കാഞ്ഞത് എന്തോ ദൈവഭാഗ്യം. എന്നിട്ട്